ഇന്ന് ഞാൻ ടിക്ക ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്, കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സവോള ഫ്രൈ ചെയ്യുകയും ചെയ്യും, കുറച്ച് സവോള വഴറ്റിയെടുക്കുകയും ചെയ്യും. എന്നിട്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആകുമ്പോൾ മല്ലിയിലും പുതിനയിലും തൈരും ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും ഫ്രൈ ചെയ്തെടുത്ത സവോളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് 20 മിനിറ്റ് സ്മോക്ക് ചെയ്തെടുക്കും. എന്നിട്ട് 3/4 ഭാഗത്തോളം വേവിച്ചെടുത്ത ബസുമതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് മല്ലിയിലും പുതിനയിലും ഗരം മസാല പൗഡറും ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ച സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും. മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ട് ഒന്ന് ദമ്മ് ചെയ്തെടുക്കണം. മുകളിലേക്ക് ആകെ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം ദമ്മ് പൊട്ടിച്ചെടുക്കാം. ദമ്മ് പൊട്ടിച്ചെടുത്ത് സെർവ് ചെയ്യുന്ന സമയത്തേ നമ്മൾ ഈ ചിക്കനെല്ലാം ഈ മസാല കുറച്ച് ചോറിലേക്ക് ഇട്ട് ചോറ് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനൽ